ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിച്ചു. കൊടിസുനി ഒഴികെയുള്ള 10 പേർക്കാണ് പരോൾ അനുവദിച്ചത്. മുഴുവൻ പ്രതികളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. ഫെലിക്സ് ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ കൂടെ ചേർന്നത്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ ഫെബ്രുവരിയിൽ എന്താണ് കോടതി പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് മുന്നിലുണ്ട്. ശിക്ഷ ഉയർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 20 വർഷം കഴിയാതെ പരോൾ അനുവദിക്കരുത്, ഇളവുകൾ നൽകാൻ പാടില്ല എന്നുള്ള നിർണായകമായ കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ടി.പി. വധക്കേസ് പ്രതികൾക്കാണിപ്പോൾ പരോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ കൊടിസുനി ഉൾപ്പെടുന്നില്ല. കൊടിസുനി വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു. അവിടെ ജയിലറെ മർദ്ദിച്ച കേസടക്കമുള്ളത് കൊണ്ട് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിട്ടില്ല. മറ്റ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ടി.പി. കേസിലെ മുഴുവൻ പ്രതികൾക്കുമാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെ വെള്ളിയാഴ്ചയാണ് ഈ പ്രതികൾക്ക് പരോൾ ലഭിക്കുകയും പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. ഏതായാലും ഇത് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ വിശദീകരണമുണ്ട്. അതായത് മാർച്ച് മാസം തന്നെ ജയിൽ ഉപദേശക സമിതി ഇത് സംബന്ധിച്ച പരോൾ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പരോൾ അനുവദിക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ പെരുമാറ്റച്ചട്ടം, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അതുകൊണ്ട് അന്ന് അനുവദിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ട് പിന്നാലെ ഈ പ്രതികൾക്ക് പരോൾ അനുവദിച്ചു എന്നതാണ് വ്യക്തമാക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഏതാണ്ട് 100-ലധികം പ്രതികൾക്ക് പരോൾ ലഭിച്ചു. അതിലാണ് ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മുഴുവൻ പ്രതികൾക്കും ഇപ്പോൾ പരോൾ അനുവദിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഷാഫി അടക്കമുള്ള പ്രതികൾ ഇപ്പോൾ തന്നെ ഈ പരോളിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നതിനു ശേഷം ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്കാകെ അനർഹമായ പരിഗണന നൽകുന്നു, പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നു എന്നൊരു ആക്ഷേപം KK രമ അടക്കം ഉന്നയിച്ചതാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ധാരാളം ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ, കുഞ്ഞനത്തിനടക്കം പരോൾ ലഭിക്കുകയും 1 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പരോൾ ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങാനൊരു സൗകര്യം നൽകുകയും ചെയ്തു എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ UDF ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും അതിന് പിന്നാലെയാണ് വീണ്ടും ഈ പ്രതികൾക്ക് പരോൾ നൽകിയിട്ടുള്ളത്. ഫെബ്രുവരിയിലെ ഹൈക്കോടതി വിധിയിൽ പക്ഷേ ശിക്ഷയിൽ ഇളവ് നൽകരുത് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പരോളിൽ ഇളവ് നൽകരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് നിയമപരമായി ഇവർക്ക് ഈ പരോൾ അനുവദിച്ചതിന് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം അനർഹമായി ഇത്രയധികം ദിവസം മറ്റ് പ്രതികൾക്കൊന്നും ലഭിക്കാത്ത രീതിയിൽ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് മാത്രം ഇത്രയധികം ദിവസം പരോൾ ലഭിക്കുന്നു. പ്രത്യേകിച്ചും LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിധി മറികടന്നല്ല പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാണോ? അപ്പോൾ നമുക്ക് കോടതി വിധിയെക്കുറിച്ചും അല്ലെങ്കിൽ കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് സംസാരിച്ചു പോകാം. അതും ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പരോളിനെ നമ്മൾ വിശദീകരിക്കേണ്ടത്? ഈ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ പ്രതികൾക്ക് 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്കടക്കം നേരത്തെ ജീവപര്യന്തമായിരുന്നത് അത് ഇരട്ട ജീവപര്യന്തമായി മാറ്റിയിരുന്നു. ജീവപര്യന്തം എന്ന് പറയുന്നത് സ്വാഭാവികമായും ജീവിത അവസാനം വരെയും ജയിലിൽ കഴിയുക എന്നതാണ്. എന്നാൽ 14 വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന് അക്കാര്യത്തിൽ ഒരു ഇളവ് നൽകാം. 14 വർഷത്തിന് ശേഷമാണ് അത് പരിഗണിക്കുക. അതുകൊണ്ടാണ് ജീവപര്യന്തം എന്നത് 14 വർഷം എന്ന് പൊതുവെ ആളുകൾ പറയുന്നത്. എന്നാൽ ഈ കേസിൽ, ടി.പി. കേസിൽ 20 വർഷത്തിന് ശേഷം മാത്രമേ അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താവൂ എന്നതാണ് അന്ന് കോടതി വ്യക്തമാക്കിയത്. അതായത് ജീവപര്യന്തം എന്നത് 14 അല്ല, അത് 20 വർഷത്തിലധികമായി കോടതി തന്നെ ഇരട്ട ജീവപര്യന്തമായി മാറ്റുകയായിരുന്നു. എന്നാൽ പരോൾ അനുവദിക്കുന്നതിൽ ഇക്കാര്യത്തിൽ ഒരു വിലക്ക് അല്ലെങ്കിൽ അതിനൊരു തടസ്സം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിയമപരമായി അതിൽ പ്രശ്നങ്ങളില്ല. അതേസമയം ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് മാത്രമായി മുഴുവൻ പ്രതികൾക്കും ഒരേ സമയം ഈ പരോൾ അനുവദിക്കുന്നു. അതും ഇത്രയധികം ദിവസം മറ്റ് പ്രതികൾക്കൊന്നും ലഭിക്കാത്ത രീതിയിലുള്ള സൗകര്യങ്ങളും പരിഗണനകളും ലഭിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. മാർച്ചിൽ തന്നെ ജയിൽ ഉപദേശക സമിതി ചേർന്ന് ഇവർക്ക് പരോൾ അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ അത് കഴിഞ്ഞില്ല. അങ്ങനെയാണ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ ഇവർക്ക് പരോൾ ലഭിച്ചത് എന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഇത് സംബന്ധിച്ച വിശദീകരണമായി നൽകുന്നത്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.